ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2009 ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് സ്റ്റെപ്പ് ഫാദർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയില്ല, നമ്മുടെ ചാനലിൽ 2000 ഇറങ്ങിയ ഒരുപാട് സിനിമകൾ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ ഒരു മൂവീസ് എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മൂവീസിനെയും കാട്ടി കുറച്ചുകൂടി നല്ലത് 2010, 2009, 2000 താഴോട്ട് ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയ മൂവീസ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ അഭിനയം എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ മൂവീസാണ്. അതുപോലുള്ളൊരു മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 2009 ഇറങ്ങിയ ഒരു മൂവി. ഇതിൽ അത്ര വലിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നല്ല, പക്ഷേ ഈ ഒരു മൂവി തുടങ്ങി കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടെൻഷൻ അവസാനം വരെ നമുക്കുണ്ടാവും. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അധികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു വീടിന് വെളിയിൽ പത്രം കൊണ്ട് എറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു വീടിനുള്ളിൽ കാണിക്കുമ്പോൾ വീടിന്റെ അകത്ത് ആ വീട്ടിൽ താമസിക്കുന്ന ഒരാള് തന്റെ തലമുടിയെല്ലാം കളർ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ താടി മുടിയെല്ലാം വെട്ടിയിട്ട് നല്ലപോലെ ഷേവ് ചെയ്ത് അയാളുടെ കണ്ണിലെ ആ ഒരു ലെൻസ് ഇതെല്ലാം മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഡ്രസ്സെല്ലാം ചെയ്ത് ആ ഒരു വീട്ടിൽ നിന്നും കുറച്ച് ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അങ്ങനെ ആ ഒരു ബാഗെല്ലാം എടുത്തിട്ട് വീടിന് താഴേക്ക് ഇറങ്ങി വന്ന് കിച്ചണിലേക്ക് ചെന്നിട്ട് സാധാരണ ഇതിൽ കോഫി എല്ലാം കുടിച്ച് ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീട്ടിലുള്ള എല്ലാവരെയും ആ ഒരു കുടുംബത്തെ മൊത്തമായിട്ടും ഈ ഒരാൾ കൊന്നേക്കാണ്. അതിൽ പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്നൊന്നുപോലും നോക്കുന്നില്ല. എല്ലാവരെയും കൊന്നതിന് ശേഷം ആ ഒരു ബാഗുമായിട്ട് വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നീടാണ് ഈ ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നമുക്ക് കേൾപ്പിച്ചിരുന്നത്. ഇപ്പോൾ നടന്ന ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ, അതുപോലെ തന്നെ സമാനമായിട്ട് മറ്റൊരു വീട്ടിലും ഒരു കുടുംബം മരണപ്പെട്ടിട്ടുണ്ട്. അവരെ കത്തി ഉപയോഗിച്ച് ഒരുപാട് തവണ കുത്തിയാണ് കൊന്നിട്ടുള്ളത്. ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്ന ഒരു കൊടും കുറ്റവാളി, അതൊരു സീരിയൽ കില്ലർ ഈ ഒരു നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുമ്പോഴത്തേക്കാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ച ആ ഒരു സീരിയൽ കില്ലറാണ്. അവൻ ചെയ്യുന്ന രീതി എന്താണെന്നറിയോ? ഈ ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സായി നിൽക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരെല്ലാവരെയും കണ്ടുപിടിച്ച് ആ ഒരു കുടുംബത്തിലേക്ക് അവരോട് ഇഷ്ടം നടിച്ച് കയറി ചെന്നിട്ട് ഒരുപാട് നാൾ അവിടെ താമസിച്ച ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്ന് അവിടെയുള്ള പണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. വീണ്ടും ഇതേ കാര്യം തന്നെ ചെയ്യാണ്. ഇതാണ് ആ ഒരു സീരിയൽ കില്ലർ ചെയ്യുന്നത്. പക്ഷെ പോലീസിന് ഇതുവരെയും ആ ഒരു കില്ലറിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മൾ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള സൂസൻ, അവളുടെ മക്കളായിട്ടുള്ള സീൻ, അതേപോലെ തന്നെ ബേത്ത്, ഇവരെ രണ്ടുപേരും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൽ സീൻ ആണെങ്കിൽ ഈ കുക്കീസ് സെക്ഷനിൽ വരുമ്പോൾ അവൻ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കി എനിക്ക് അത് വേണമെന്നെല്ലാം പറഞ്ഞ് ബഹളം വെക്കുമ്പോഴത്തേക്കും അടുത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഹേയ്, അമ്മയോട് എപ്പോഴും മോശമായിട്ട് പെരുമാറരുത്, നല്ലതുപോലെ നിൽക്കണം, അമ്മയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഈ ഒരു പ്രായത്തിൽ എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പയ്യനെ ഉപദേശിക്കുന്നു. അത് വേറെ ആരുമല്ല, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ. എന്നിട്ട് അവൻ പറയും, സ്ത്രീകളെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം, അവരാണ് ഈ ഒരു ലോകത്ത് ആവശ്യമായിട്ടുള്ളത് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ സൂസൻ ഇത് കേട്ട് അവനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ എന്തായാലും ഭാഗ്യവതിയായിരിക്കും. ഓ സോറി, എന്റെ ഭാര്യ ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. കഴിഞ്ഞ വർഷത്തെ ഒരു അപകടത്തിൽ എന്റെ ഭാര്യയും കുട്ടിയും മരണപ്പെട്ടു, കാർ ആക്സിഡന്റ് ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് സൂസൻ ഇത് കേട്ടിട്ട് നല്ല വിഷമം. അപ്പൊ സൂസൻ ആണെങ്കിൽ ഓ സോറി എന്ന് പറയുമ്പോൾ അവൻ പറയേ അതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു സഹായം ചെയ്യാൻ കഴിയോ, ഈ പീനട്ട് ബട്ടർ എവിടെയാണെന്ന് കാണിച്ചു തരാൻ കഴിയോ എന്നും പറഞ്ഞിട്ട് അവൻ സൂസനോട് അടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സീരിയൽ കില്ലർ ആണെങ്കിലും കാണാനായിട്ട് കുറച്ച് ലുക്കെല്ലാം ഉള്ളതുകൊണ്ട് സൂസന് അവന് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ സൂസൻ പെട്ടെന്ന് തന്റെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ലിപ്സ്റ്റിക് എല്ലാം നല്ലപോലെ ഇടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്ന് ബില്ലെല്ലാം അടിച്ചിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ സീരിയൽ കില്ലർ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയും, ഹോ നമ്മൾ വീണ്ടും കണ്ടു അല്ലേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും പരിചയപ്പെടുമ്പോഴത്തേക്കാണ് നമ്മുടെ സീരിയൽ കില്ലറിന്റെ പേര് അവൻ പറയുന്നത് ഡേവിഡ് ഹാരിസ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഡേവിഡ് എന്ന് വിളിക്കാം. ഇതൊരു സീരിയൽ കില്ലർ ആയതുകൊണ്ട് തന്നെ ഇവന്റെ യഥാർത്ഥ പേര് ഇതാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കഥ കാണിക്കുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ സൂസന്റെ മകനായിട്ടുള്ള മൈക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അവൻ ഇത്രയും കാലം മിലിറ്ററി സ്കൂളിൽ പഠിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാണ്, അതും തന്റെ കാമുകിയായിട്ടുള്ള കെല്ലിയുമായിട്ട്. അങ്ങനെ രണ്ടുപേരും ആ ഒരു വീടിനകത്തേക്ക് കയറി വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീടിന്റെ പുറകു വശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പാർട്ടി നടക്കുന്നു. അപ്പൊ സൂസൻ വന്നിട്ട് മൈക്ക് എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ വേറൊരാൾ വന്ന് നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, ആ ഒരു സൈക്കോ ഉണ്ടല്ലോ അവനാണ്. എന്താണ് സംഭവം എന്നല്ലേ, ഈ 6 മാസങ്ങൾക്ക് മുന്നേ ഇവര് രണ്ടുപേരും പരിചയപ്പെട്ട് രണ്ടുപേരും ഇപ്പൊ കല്യാണം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഡേവിഡ് മൈക്കിനെ കണ്ട് ആദ്യം ചോദിക്കുന്ന കാര്യം, ഹേയ് നീ ഇത്രയും വലിയൊരു പയ്യനായിരുന്നു, ഞാൻ വിചാരിച്ചു ചെറിയൊരു കുട്ടിയാണെന്ന് എന്നുള്ള രീതിയിൽ അവന്റെ മനസ്സിൽ ആ ഒരു പേടിയും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മാത്രമല്ലേ ഇവന് ആ ഒരു ഫാമിലിയെ മൊത്തമായിട്ടും കൊല്ലാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു കുടുംബത്തില് മൈക്കിനെ പോലെ ഇത്രയും മുതിർന്ന ഒരാളുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അവനെ കൊണ്ട് അത് എന്തായാലും കഴിയത്തില്ല. അങ്ങനെ മൈക്ക് ഡേവുമായിട്ട് പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് മൈക്ക് കെല്ലിയായിട്ട് മാറിയിരിക്കുമ്പോഴത്തേക്കും
ഡേവിഡ് സൂസന്റെ 2 സുഹൃത്തുക്കളുണ്ട്, അവരോട് വന്നിങ്ങനെ സംസാരിക്കുകയാണ്. കാരണം ഇവനിങ്ങനെ ഒലിപ്പിച്ച് സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്ക് എല്ലാ സ്ത്രീകൾക്കും അവന് ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടും, നല്ലൊരു ഭർത്താവ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് വേറെ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ അവിടെ സംസാരിച്ചിട്ടാണ് നമ്മുടെ ഡേവിഡ് മൈക്കും കില്ലി അവിടെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും അടുത്തേക്ക് ചെന്നിട്ട്, മൈക്കിൾ ഒന്ന് ബേസ്മെന്റ് വരെ വരാൻ കഴിയോ, എനിക്കൊന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് നമ്മുടെ മൈക്ക് നേരെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ഓരോ കബോർഡുകളുണ്ട്. അതുപോലെ അതെല്ലാം ഇങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. അപ്പൊ അത് തുറക്കാനായിട്ട് വരുമ്പോൾ ഡേവിഡ് പുറകിലൂടെ വന്നിട്ട്, മൈക്ക് അതൊന്നും തുറക്കരുത്, അത് എന്റേതാണ്, നിങ്ങൾക്ക് എന്തായാലും അത് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല, കാരണം അത് യൂസ് ചെയ്യുന്നത് ഞാനാണെന്ന് പറയുമ്പോൾ, അല്ല ഇതിനകത്ത് എന്താ വെച്ചേക്കുന്നത്, അതൊക്കെ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ മൈക്കിളിനെ താഴേക്ക് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാല് മൈക്കുമായിട്ട് സംസാരിച്ച് അവൻ എങ്ങനെയെങ്കിലും വശത്താകണം, കയ്യിലെടുക്കണം. അതുകൊണ്ട് തന്നെ അവനോട് നല്ല രീതിയിൽ സംസാരിക്കാണ്. ഇനിയുള്ള നിന്റെ പഠന കാര്യങ്ങൾ എങ്ങനെയാണ്, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുത്ത് അവനോട് നല്ല രീതിയിൽ സൗഹൃദത്തിലാവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ഒരു പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോഴത്തേക്കും മൈക്കും കില്ലിയും കാറിനടുത്ത് ഇങ്ങനെ സംസാരിക്കാണ്. അപ്പൊ ഇതെല്ലാം ഡേവിഡ് അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മൈക്കിള് നേരെ അവന്റെ മുറിയിലേക്ക് വന്നിരിക്കുമ്പോൾ സൂസൻ അവനോട് വന്നിങ്ങനെ സംസാരിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ മൈക്ക് അറിഞ്ഞില്ലല്ലോ അവന്റെ പുതിയ സ്റ്റെപ്പ് ഫാദറാണ് ഡേവിഡ് എന്ന്. ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ലാതെ അമ്മയുടെ തീരുമാനമല്ലേ എന്നെല്ലാം പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡേവിഡ് റൂമിലേക്ക് വന്നിട്ട് അവരോട് സംസാരിച്ച് ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ പോവാണ്. അങ്ങനെ മൈക്ക് അവന്റെ മുറിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദമെല്ലാം ചെറിയ രീതിയിൽ കേൾക്കുമ്പോൾ അവർ ചിരിക്കുന്ന ആ ഒരു ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും അവൻ ഹെഡ്സെറ്റും വെച്ച് പാട്ടെല്ലാം കേട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ കിടക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഡേവിഡിന് എന്തായാലും ഒരു ജോലി വേണമല്ലോ. അവൻ ഇപ്പൊ ചെയ്യുന്ന ജോലി റിയൽ എസ്റ്റേറ്റ് ആണ്. അതുപോലെ ഇത്തവണ ജോലി കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ മൈക്കിളിന് വേണ്ടി ഒരു നീന്തൽ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, നീ ഉടനെ തന്നെ അവിടെ പഠിക്കാൻ പോകണമെന്നെല്ലാം പറയുമ്പോൾ മൈക്കിളിന് അത് പെട്ടെന്ന് അത്ഭുതമായി. അവൻ കുറച്ച് ഹാപ്പിയാണ്. വേറെ ഒന്നുമല്ല, ഡേവിഡ് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു കാര്യം നമുക്കേ അറിയത്തുള്ളൂ. അങ്ങനെ ഇതിന് നമ്മുടെ ഡേവിഡിനോട് താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു കാര്യം ഉടനെ തന്നെ കെല്ലിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവൾ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വന്ന് ഇവർ രണ്ടുപേരും ആ ഒരു പൂളിൽ കിടന്ന് കുത്തി മറിയാണ്. കൂടാതെ ഇവർ രണ്ടുപേരും കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ രണ്ടുപേർക്ക് അറിയാൻ ചെയ്യാം. കൂടാതെ ഇവർ രണ്ടുപേരും പ്രണയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂസൻ കിച്ചണിൽ നിൽക്കുന്നു. അവർ രണ്ടുപേരും പൂളിൽ കിടന്ന് കുളിക്കുന്നു. ഇവരുടെ മകനുണ്ടല്ലോ ഷോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ റൂമിലിരുന്ന് വീഡിയോ ഗെയിം കളിക്കാണ്. അത് നല്ല സൗണ്ട് എല്ലാം ഉച്ചത്തിൽ വെച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ സൂസൻ അവനോട് പറയുന്നുണ്ട്, ഷോൺ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കി എന്നിങ്ങനെ പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. 2-3 തവണ പറയുമ്പോഴത്തേക്കാണ് ഡേവിഡ് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി വന്ന് നല്ല ദേഷ്യത്തില് ഇവന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ കൈവച്ച് ആ ഒരു ടിവിയുടെ റിമോട്ട് വാങ്ങി അവന്റെ സൗണ്ട് അവൻ കുറയ്ക്കുന്നു. ഷോണിനങ്ങ് വല്ലാണ്ടായി പോയി. കാരണം ഇങ്ങനെ വന്ന് കാണിക്കുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ തന്നെ ഡേവിഡിന്റെ ആ ഒരു സൈക്കോ തരം നമുക്ക് മനസ്സിലാവും. കാരണം അവന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് ആ ഒരു പൂളിനടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാണ് ഇവർ രണ്ടുപേരും കുളിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ട് സൂസനോട് പറയും, ഇത് നല്ലൊരു കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സൂസൻ പറയും, അവർക്ക് രണ്ടുപേർക്കും കുട്ടിക്കാലം മുതൽ തന്നെ അറിയാം, അതുകൊണ്ട് നമ്മൾ വെറുതെ പഴഞ്ചൻ ആളുകളാവണ്ട, അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ ഇവന് വേറെ ഒന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും രാത്രി ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്കിൾ അറിയുന്നത് ഡേവിഡിന്റെ ഭാര്യയും മകളും കാർ അപകടത്തിൽ മരണപ്പെട്ടതാണെന്ന്. ഇത് ഡേവിഡ് പറഞ്ഞു മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ, സത്യമാണോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുമല്ല നമ്മുടെ ഷോൺ ആണെങ്കിൽ ഒരു വല്ലാണ്ടിരിക്കുന്നു. കാരണം അവന് നേരത്തെ നടന്ന ആ ഒരു സംഭവം ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂസൻ അവളുടെ ഭർത്താവായിട്ട് ഡിവോഴ്സ്ഡ് ആണ്. അവർ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം കാരണം. പക്ഷേ കുട്ടികൾക്ക് അവളുടെ അച്ഛന് നല്ല ഇഷ്ടമാണ്. അതുപോലെ ഇതിനെ പറ്റിയിട്ട് സൂസന്റെ 2ാമത്തെ മകള് ബേത്ത് അവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും സൂസൻ പറയും, മോളെ ഇപ്പൊ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ ഡേവിഡ് ഇവരുടെ അച്ഛനെ കുറ്റപ്പെടുത്തി എന്തോ ഒരു കാര്യം പറയും. അപ്പോൾ നമ്മുടെ മൈക്ക് ഇത് കേട്ടിട്ട്, അല്ല നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സൂസൻ പറയും, ശരി എന്തായാലും നമുക്ക് ഈ ഒരു സംഭാഷണം വിളിച്ച് നിർത്താന്ന് പറയുന്നത്. ഡേവിഡിന്റെ മുഖം പിന്നെയും മാറുകയാണ്. ആൾറെഡി അവന്റെ ഒരു സൈക്കോ ആണ്. ഒരു കുടുംബത്തിൽ കയറി വന്നിട്ട് നല്ലവനാവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗും പറയും. എന്നിട്ട് അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുമ്പോഴത്തേക്കാണ് കാണുന്നത് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പോഴേക്കാണ് സൂസന്റെ യഥാർത്ഥ ഭർത്താവ് ഉണ്ടല്ലോ, അവന്റെ പേര് ജയ് എന്നാണ്. അവൻ ഇപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് വന്നേക്കട്ടെ. കാരണം ഞായറാഴ്ച ദിവസം കുട്ടികളെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് അവനായിരിക്കും. ആ ഒരു രീതിയിൽ കുട്ടികളെ വിളിക്കാനായിട്ട് വന്നിട്ട് സൂസനോട്, ഡേവിഡ് എങ്ങനെയുണ്ട് പുതിയ ഭർത്താവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവർ രണ്ടുപേരും കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ജയ് എന്തായാലും കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ മൈക്ക് കണ്ണു തുറക്കുമ്പോഴത്തേക്കും താഴെ ആരോ വന്ന് സംസാരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ പതിയെ വെളിയിലേക്ക് വന്നത് ആരാണെന്ന് നോക്കുമ്പോൾ ഇവരുടെ അയൽക്കാരിയായിട്ടുള്ള ഒരു അമ്മുമ്മയാണത്. ആ അമ്മുമ്മ സൂസന്റെ അടുത്തേക്ക് വന്ന് സൂസനോട് എന്തോ ഒരു കാര്യം സംസാരിക്കുന്നു. അതെന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഡേവിഡ് ഒരു സീരിയൽ കില്ലർ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു താടിയെല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഇവന്റെ ഒരു രേഖാചിത്രം പോലീസുകാർ വരച്ചിരുന്നു. ഇപ്പൊ ആ ഒരു കാര്യം ന്യൂസ് പേപ്പറിലും ടിവിയിലെല്ലാം കാണിക്കുന്നതുകൊണ്ട് അത് കണ്ടിട്ട് ഈ ഒരു അമ്മൂമ്മയ്ക്ക് സംശയം വന്ന് നിങ്ങളുടെ ഭർത്താവ് ഡേവിഡിനെ കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് അവനെ പറ്റി ഒന്ന് നല്ലതുപോലെ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അമ്മൂമ്മ വന്നത്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ സൂസൻ ഒന്നും വിശ്വസിക്കത്തില്ല. അവള് പറയും, നിങ്ങൾക്ക് അത് തോന്നിയതായിരിക്കും, ഡേവിഡ് ഒരിക്കലും അങ്ങനെയുള്ള ആളല്ല എന്നെല്ലാം പറഞ്ഞ് അവൾക്കാണെങ്കിൽ ഡേവിഡിനുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ
അത് കാരണം അവൾ ഈ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡേവിഡ് ഒരു സീരിയൽ കില്ലർ ആയതുകൊണ്ട് തന്നെ അവന്റെ ഒരു ഐഡന്റിറ്റി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ഒരു രേഖകളും അവന്റെ കയ്യിലില്ല. അത് ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ മൈക്കിൾ കേട്ടിട്ട് അവനൊന്നും അറിയാത്തതുപോലെ തിരിച്ചങ്ങ് പോവും. എന്നിട്ട് താഴെ കിച്ചണിനടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സൂസൻ ഈ ഒരു കാര്യം നേരെ വന്ന് ഡേവിഡിനോട് ഇങ്ങനെ പറയും. ഇതുപോലെ അപ്പുറത്തെ വീട്ടിലെ മിസ്സിസ് കാർട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഈ ഒരു കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഡേവിഡിന്റെ മുഖം മാറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൈക്ക് അവിടെ ഒളിഞ്ഞു നിന്നിങ്ങനെ കേൾക്കാണ്. കാരണം അവന് ചെറിയ സംശയമുണ്ട്. അപ്പൊ ഡേവിഡ് അവരൊരു വയസ്സായിട്ടുള്ള സ്ത്രീയല്ലേ, അതുകൊണ്ട് വലിയ കാര്യമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവൻ ജോലിക്ക് തന്റെ കാറും എടുത്ത് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും കാർട്ടർ എന്ന് പറഞ്ഞ ആ കാറിൽ പോകുന്നത്. അപ്പൊ അവരാണെങ്കിൽ ഒരുപാട് പൂച്ചകളെല്ലാം വളർത്തുന്നുണ്ട്. അപ്പൊ അതിനെ എടുക്കാൻ വേണ്ടി വെളിയിലേക്ക് വരുമ്പോ ഡേവിഡ് ആ ഒരു വഴിയെ പോയിട്ട് ഹായ് മിസ്സസ് കാർട്ടർ എന്നും പറഞ്ഞ് അവരൊരു നോട്ടം നോക്കി ഇങ്ങനെ പോവും. കാർട്ടറിനെ അവനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിനെ ഡേവിഡ് ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവന് ഫുഡെല്ലാം വാങ്ങിക്കൊടുത്തു. ഇപ്പൊ അവനോട് സംസാരിക്കാണ്ട് വേറൊന്നുമല്ല, നീ എന്തായാലും വീട്ടിലേക്ക് വന്നത് നല്ല കാര്യം തന്നെയാണ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇനി നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ഇനി വീട്ടിൽ തന്നെ നിൽക്കുക, വേറെ എങ്ങോട്ടും പോണ്ട, അതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം പൂർണ്ണമാവത്തുള്ളൂ. ഞാനും ആഗ്രഹിച്ചത് ഇതുപോലെ ഒരു കുടുംബമാണ്. എന്റെ ഭാര്യയും മകളും മരിച്ചതിന് ശേഷം എനിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കുടുംബത്തെ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അത്രയും സന്തോഷവാനാണ്. അതേപോലെ തന്നെ മരിച്ചുപോയ എന്റെ മകള് മിഷേൽ, ഒരു മകള് നഷ്ടപ്പെടുന്നത് എത്രയും വലിയ വേദനയാണെന്ന് നിനക്ക് അറിയത്തില്ല. ഓക്കെ, നിനക്കും കുട്ടികളുണ്ടാകുമ്പോഴത്തേക്ക് അതെല്ലാം മനസ്സിലാവും എന്നെല്ലാം പറയുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു വെയിറ്റർ ഇവൻ ആ ഒരു ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇവന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പണം എല്ലാം പോക്കറ്റിൽ നിന്നെടുത്ത് അതിന്റെ ചില്ലറ ഉൾപ്പെടെ എണ്ണിയാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു പണം കൊടുക്കുന്ന സമയത്താണ് ഡേവിഡ്, ഇപ്പൊ എന്റെ മകള് ലിസ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അടുത്ത ആഴ്ച 11 വയസ്സാവുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്ക് ചോദിക്കുന്നത്, അല്ല ആരാ ലിസ? കാരണം വേറെ ഒന്നുമല്ല, സൈക്കോ ഡേവിഡിന് തെറ്റിപ്പോയതാണ്. അവൻ ഒരുപാട് കുടുംബത്തിൽ പോയി ഇതുപോലെ ഒരുപാട് പേരെ കൊന്നതുകൊണ്ട് അതിലൊരു പെൺകുട്ടിയുടെ പേര് മാറ്റി ഇങ്ങനെ പറയും. ആദ്യം പറഞ്ഞത് മിഷേൽ എന്നാണല്ലോ. അപ്പോഴേക്കും ഡേവിഡ് എന്തെങ്കിലും പറഞ്ഞത് മാറ്റണ്ടേ, സോറി ഞാൻ മുഴുവൻ പേരും പറയാൻ മറന്നുപോയി, ലിസ മിഷേൽ എന്നാണ് അവളുടെ പേര് എന്നും പറഞ്ഞിട്ട് അത് ഒരു വിധത്തിൽ അങ്ങ് ഒപ്പിക്കും. എന്നിട്ട് തെറ്റിപ്പോയ ആ ഒരു ദേഷ്യം കാരണം അന്ന് ജോലി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും പുതിയൊരു വീട് പുതിയ രണ്ടുപേർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അവിടെ വന്ന് നല്ല ദേഷ്യപ്പെട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിക്കാണ്. എന്നിട്ട് വീണ്ടും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ട് സോറി എന്ന് പറഞ്ഞ് അവർക്ക് ആ ഒരു വീട് കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാർട്ടർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡിയുടെ വീടുണ്ടല്ലോ, അവിടേക്ക് നോക്കി നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇവരുടെ വീട്ടിലെ ആ ഒരു കമ്പ്യൂട്ടറിലെ അമേരിക്കൻ മോസ്റ്റ് വാണ്ടഡ് കില്ലർ എന്ന് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇവന്റെ ആ ഒരു രേഖാചിത്രം അതിലവൻ കാണുന്നത്. അപ്പൊ തന്നെ അവന് മനസ്സിലായി എന്തായാലും ഒളിച്ചു നിൽക്കുന്നതായിരിക്കും സേഫ്, കാരണം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇവനെ പിടിക്കും. ഇപ്പോൾ ഡേവിഡിനെ കൂടുതലും സംശയമുള്ളത് കാർട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിക്ക് മാത്രമാണ്. അതുകൊണ്ട് അവരെ തീർക്കാൻ വേണ്ടി അവൻ തീരുമാനം എടുക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോൾ കാർട്ടർ തന്റെ പൂച്ചകളായിട്ട് വീടിനകത്തേക്ക് കയറി വന്ന് അതിനെല്ലാം ഫുഡെല്ലാം കൊടുത്തിട്ട് മുകളിലത്തെ റൂമിലേക്ക് ഇങ്ങനെ നടന്ന് കയറുമ്പോഴത്തേക്കാണ് വെളിയിൽ ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി അവര് വന്നിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ആരെ കാണുന്നില്ല. വേറെ ഒന്നല്ല, ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഡേവിഡ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇവര് തിരിച്ച് വീടിനകത്തേക്ക് കയറി വന്ന് വീണ്ടും മുകളിലത്തെ റൂമിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറകിലൂടെ വന്ന ഡേവിഡ് അവരെ അങ്ങനെ പിടിച്ച് ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പടിക്കട്ടിൽ നിന്ന് താഴേക്ക് തള്ളി അങ്ങ് വിടും. വയസ്സായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടതാണ് എന്നെല്ലാവരും വിശ്വസിക്കുമല്ലോ. അങ്ങനെ കാർട്ടർ നേരെ താഴേക്ക് വീണ് അവർക്ക് അനങ്ങാൻ കഴിയാതെ കിടക്കുമ്പോൾ അടുത്തേക്ക് വന്ന ഡേവിഡ് അവരുടെ ശ്വാസം മുട്ടിച്ച് അവരവിടെ വെച്ച് കൊല്ലുകയാണ്. അപ്പൊ ഇതൊരു സ്വാഭാവിക മരണം പോലെ തോന്നത്തുള്ളൂ. പാവം അവർ മാത്രമായിരുന്നു സത്യം അറിഞ്ഞത്, പക്ഷെ അവരെയും കൊന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ മൈക്കിള് കെല്ലിയോട് ആ ഒരു പൂളിൽ കിടന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു പുതിയ അച്ഛനെ കിട്ടി, ഇനി അതുമായിട്ട് മുന്നോട്ട് പോവാ എന്നുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും റൂമിലേക്ക് വന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഡോറ് ആരും ചെറുതായിട്ട് തുറന്നിട്ട് ഉള്ളിലേക്ക് നോക്കുന്നു. വേറെ ആരുമല്ല, സൈക്കോ ഡേവിഡാണ്. അപ്പൊ ഈ ഒരു കാര്യം കെല്ലി കണ്ടിട്ട് അവിടെ ആരും ഉണ്ടെന്ന് പറയുമ്പോൾ മൈക്ക് വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ആരെ കാണുന്നില്ല. പെട്ടെന്നാണ് ഡേവിഡ് ഇവരുടെ മുന്നിലേക്ക് വന്ന് മൈക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും കെല്ലി പറയും ശരി ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവും. അപ്പോൾ മൈക്ക് ചോദിക്കും, അല്ല നിങ്ങൾ എന്താ ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കുമായിരുന്നു ചോദിക്കുമ്പോൾ, ഏയ് ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, പിന്നെ കുളിക്കാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു കള്ളൻ. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിനെ വിളിച്ചിരുത്തിയിട്ട് ഡേവിഡ് എന്തോ ഉപദേശിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കെല്ലിയായിട്ടുള്ള ആ ഒരു കൂട്ട് നിർത്തണം, അവളൊരു നല്ല പെൺകുട്ടിയായിരിക്കും, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവളെ പറ്റി മോശമായിട്ടുള്ള രീതിയിൽ എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു അമ്മാവൻ കളി ഉണ്ടല്ലോ അത് കളിക്കുകയാണ്. ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ മൈക്ക് പറയും, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്റെ അമ്മയായിട്ട് നിങ്ങൾ പെട്ടെന്ന് അടുത്ത ഇടപഴകി കല്യാണമെല്ലാം കഴിച്ചത്, അപ്പൊ എന്റെ അമ്മയെ പറ്റി വേറെ ആരും ചിന്തിക്കത്തില്ലേ എന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂസൻ പറയും, മൈക്ക് നിർത്ത്, ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മൈക്കിന് വഴക്ക് പറയും. അതുപോലെ ഡേവിഡിനും ഇതുപോലെ ഒരു തിരിച്ചടി കിട്ടിയപ്പോഴത്തേക്കും അവനും അത് ഒക്കുന്നില്ല. അപ്പൊ സൂസൻ അവനെ സമാധാനിപ്പിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നകത്തേക്ക്
ജയ് ഉണ്ടല്ലോ, സൂസന്റെ രണ്ടാമത്തെ ഭർത്താവ്, അവനും കുട്ടികൾ അകത്തേക്ക് കയറി വരുന്നു. കുട്ടികൾ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നതും ജയ് നേരെ വന്ന് ഡേവിഡിനെ പിടിച്ചു രണ്ടിടി. എന്നിട്ട് പറയും, ഇനി എന്റെ മോന്റെ ദേഹത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഷോണിന്റെ ദേഹത്ത് ഇവൻ കൈ വെച്ചല്ലോ. ആ ഒരു കാര്യം ഷോൺ ജയ്യോട് പറഞ്ഞു. അതുകൊണ്ടാണ് ജയ് വന്ന് ഇവനിപ്പോ അടിക്കുന്നത്. അപ്പൊ നമ്മുടെ മൈക്ക് പെട്ടെന്ന് അവന്റെ അച്ഛനെ പിടിച്ച് നേരെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട്, അച്ഛൻ ഓക്കെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കും ജയ് പറയുന്നുണ്ട്, ഇല്ലില്ല അവൻ എന്റെ കുട്ടിയെ കൈ വെച്ചു അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് മൈക്ക്, എന്തായാലും നീ അവനെ ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മൈക്കും ജയും ഇവർ രണ്ടുപേരും ചെറിയൊരു പിണക്കത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു കാര്യങ്ങളിൽ അവർ സംസാരിച്ച് ജയ് അവിടെ നിന്ന് പോകുന്നതും ഡേവിഡ് ഉണ്ടല്ലോ, അവൻ വീണ്ടും ചെയ്ത കാര്യം ന്യായീകരിക്കാൻ വേണ്ടി വരികയാണ്. നേരെ ഷോണിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സൂസൻ ഇരിപ്പുണ്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അടുത്തേക്ക് ചെന്നിട്ടാണ് ഡേവിഡ് പറയുന്നത്, ഷോൺ ഞാൻ ചെയ്തൊരു തെറ്റായുള്ള കാര്യം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു, അതിനെ ഒരിക്കലും ആവർത്തിക്കത്തില്ല. പക്ഷേ ഈ ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഉത്തരവാദിത്തം എനിക്കാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്നും വരാം, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ക്ഷമ ചോദിക്കുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോവാതെ ഇത്തിൽ കണ്ണി പോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൻ എന്ത് കാര്യവും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജയ്യും മൈക്കും ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ടും അവന് സഹിക്കുന്നില്ല. എന്നിട്ട് നേരെ റൂമിലേക്ക് വന്ന് സൂസനോട് പറയാണ്, ഞാൻ ഈ ഒരു കുടുംബത്തിന്റെ ഭാഗമാകുമ്പോൾ എല്ലാവരും എന്നോട് ബഹുമാനം കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും സൂസൻ പറയും, ബഹുമാനം മാത്രമല്ല റെസ്പെക്റ്റും വേണം. എന്റെ കുടുംബത്തിൽ ഒരിക്കലും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്റെ കുടുംബത്തിൽ ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുള്ള കാര്യം ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല എന്ന് പറയും. അതും ഡേവിഡിന് ഒരു തിരിച്ചടിയായിപ്പോയി. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈക്ക് ഉറങ്ങി കിടക്കുന്ന സമയത്ത് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവ റൂമിന്റെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഡേവിഡിന് ഇത്ര അടികൾ വീട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ അവൻ അന്ന് രാത്രി ഉറക്കമില്ലാതെ ഓക്കെ എല്ലാം ശരിയാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സായിക്ക് ഒരു ഉഗ്രം പണി കിട്ടാൻ പോകുന്നത്. വേറെ ഒന്നല്ല, അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലെ ഈ ജോലിയുടെ ആവശ്യമായിട്ട് എന്തോ ഒരു ഫോം ഫില്ല് ചെയ്യണം. ഇപ്പൊ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവന്റെ അഡ്രസ്സ്, ഫോട്ടോ, ID പ്രൂഫ് ഇതെല്ലാം വെക്കണമല്ലോ. അങ്ങനെ ആ ഒരു ഫോം ഈ ഒരു മാനേജർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു ഫോം വാങ്ങി അത് ഫില്ല് ചെയ്യാതെ അത് ടേബിളിനുള്ളിലേക്ക് തന്നെ വെക്കുകയാണ്. കാരണം ഇവനിപ്പോ അതിന് ഫില്ല് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിപ്പോ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവനെ സംശയിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്തേ പറ്റൂ. ചെയ്യാനാണെങ്കിൽ ഇവന്റെ കയ്യിൽ വേറെ പ്രൂഫ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവൻ അടുത്തൊരു അടവിറക്കുകയാണ്. വേറെ ഒന്നുമല്ല, വീട്ടിലേക്ക് വന്നിട്ട് സൂസനോട് നമ്മുടെ മൈക്കിനോട് എല്ലാവരും പറയും, റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും എനിക്ക് പറ്റിയൊരു ജോലിയല്ല, ഞാൻ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോവാണ്, വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോകുന്നു പറഞ്ഞ് ഈ ജോലിയിൽ നിന്ന് അവൻ ഇറങ്ങാൻ പോകുന്നെന്ന് പറയും. പക്ഷെ ഇവർക്കൊന്നും പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൂസൻ ഓക്കെ നിന്റെ ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും സൂസൻ അവരുടെ 2 സുഹൃത്തുക്കളുമായിട്ട് വെളിയിലേക്ക് പോകുന്നെന്നും പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ വീട്ടിലുള്ളത് മൈക്കും ഷോൺ എന്ന് പറഞ്ഞ ഒരു പയ്യനും മാത്രമുണ്ട്. അവരെ നോക്കണമെന്ന് പറയും. എന്നിട്ട് സൂസൻ അവിടെ നിന്ന് പോകുന്നതും കുറെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ വീടിന് വെളിയിൽ ആരോ വന്നതുപോലെ ബെല്ലടിക്കുന്നു. പെട്ടെന്ന് വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ജയ് ഉണ്ടല്ലോ, അവനാണ്. ഡോർ തുറക്കുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, ജയ് ജോലിയുടെ ആവശ്യമായിട്ട് വിദേശത്ത് പോകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് തന്റെ കുട്ടികളോട് യാത്രയെല്ലാം പറഞ്ഞ് സൂസനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവരിവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ സൂസൻ വെളിയിൽ പോയെന്ന് പറയും. മൈക്കും ഷോണും റൂമിലുണ്ട്, അവർ ഗെയിം കളിക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്കും ഷോണും ഈ സൗണ്ട് എല്ലാം കൂട്ടി വെച്ച് ഇങ്ങനെ ഗെയിം കളിക്കണം. അപ്പൊ ഷോൺ പറയുന്നുണ്ട്, ഇല്ല ഡേവിഡ് വന്ന് ചോദിക്കുമ്പോൾ ഹേയ് നീ ആരെയാ പേടിക്കുന്നത്, സൗണ്ട് കൂട്ടി വെക്കാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സൗണ്ട് കൂട്ടി വെച്ച് ഇങ്ങനെ ഗെയിം കളിക്കുന്നു. അപ്പോഴേക്കാണ് ഇവിടെ താഴെ ജയ് ഡേവിഡിനോട് പറയും, സോറി അന്നത്തെ ദിവസം എനിക്ക് നല്ല ദേഷ്യം വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അതിനൊരു സോറി കൂടി നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേവിഡ് പറയും, ഓക്കെ ക്ഷമിച്ചിരിക്കുന്നു, ഭാഗത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഡേവിഡിനെ നീന്താനൊക്കെ അറിയാം. ആ ഒരു കാര്യം നമ്മുടെ ജയ് മനസ്സിലാക്കിയിട്ട്, അല്ല ജയ് നീ ഏത് സമയത്ത് നല്ലതുപോലെ നീന്തല് പ്രാക്ടീസ് ചെയ്തത്? 92-ല്? ഓ ഇല്ല വെറുതെ ചോദിച്ചതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഡേവിഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജയ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോഴേക്കാണ് നമ്മുടെ ഡേവിഡിന് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ സംസാരിക്കാൻ വേണ്ടി ആ ഒരു വശത്തേക്ക് ചെന്ന് ഫോൺ എടുത്ത് സംസാരിക്കുന്നത് വേറെ ആരുമല്ല, ഇവന്റെ കമ്പനിയിലെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ അവരാണ്. ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഡേവിഡ് പറയും, സോറി ഞാൻ എന്തായാലും അവിടെ ജോലിക്ക് വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, ഇല്ലില്ല ആവശ്യമുണ്ട്, നീ ജോലിയിൽ നിന്ന് പുറത്തായാലും നിന്റെ ഇൻഷുറൻസ് പണം അതൊക്കെ നിനക്ക് തരണ്ടേ, അതിനു വേണ്ടിയിട്ടെങ്കിലും നീ അത് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. കാരണം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ മറ്റൊരിടത്തേക്ക് പോകും, അതിനു മുന്നേ എനിക്കത് ഫില്ല് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഡേവിഡ് പെട്ടുപോയി. കാരണം ഇവന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം അവരറിഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാവും. അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ജയ് ഇപ്പോൾ ഡേവിഡിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അവൻ പഠിച്ച ആ ഒരു സ്കൂളിലെ ഡേവിഡ് ഹാരിസ് എന്ന് പറഞ്ഞിട്ട് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കും ഒരു 3-4 പേരെ ഉള്ളായിരുന്നു. അതിൽ 2 പേരാണെങ്കിൽ ഏതോ അപകടത്തിൽ മരണപ്പെട്ടുപോയി. ഒരാൾ മാത്രമാണ് 30 വർഷങ്ങൾക്ക് മുന്നേ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. പക്ഷെ ആ ഒരാള്
നമ്മുടെ ഡേവിഡിനെ പോലെയല്ല, അത് വേറൊരാളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജി എന്താ പറയുന്നത് വെച്ചാല്, ഹേ ഡേവിഡ്, അങ്ങനെയാണെങ്കിൽ നീ വെറുതെ കള്ളം പറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പോഴും ഡേവിഡ് ആ ഒരു മുറിക്കകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ജയ് നടന്ന് ആ ഒരു കിച്ചൺ ഭാഗത്തേക്ക് വന്നിട്ട്, ഡേവിഡ് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ ഇതെല്ലാം ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിലേക്ക് വന്നിട്ട് അവിടെ ഡേവിഡിനെ കാണുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കാണ് ജയുടെ പുറകെ വന്നിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഒരു വലിയ ഗ്ലാസ് കൊണ്ട് ജയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി കൊണ്ട് ജയ് നേരെ താഴേക്ക് വീഴുമ്പോൾ ഈ ഒരു ശബ്ദം മുറിയിലിരിക്കുന്ന നമ്മുടെ മൈക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരത്രയും സൗണ്ട് വെച്ച് കേൾക്കുന്നത് കൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ പതിയെ നടന്ന് ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഡേവിഡ് ജെയിനെ വലിച്ചെടുത്തോണ്ട് പോകാനായിട്ട് അനങ്ങാതെ ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ മൈക്ക് അത് വലിയ കാര്യമൊക്കെ വീണ്ടും റൂമിലേക്ക് പോയി ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡേവിഡിന് അത് ഉപകാരമായി. അവനിപ്പോ ജെയിനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഡേവിഡ് നേരെ വെളിയിലേക്ക് വന്ന് ജയ് വന്ന ആ ഒരു കാറുണ്ടല്ലോ അതിൽ നിന്ന് പെട്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ അകത്തേക്ക് കൊണ്ടുപോകും. ആരും കാണാതെ അത് കൊണ്ടുപോകുന്നത് ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ അവിടേക്കാണ്. എന്നിട്ട് നമ്മുടെ ജെയിനെ അവിടെ കെട്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ട് ജയ്ക്ക് ബോധം വരുന്നു. അവക്ക് അതേ കണ്ണോർക്കുമ്പോൾ മുകളിൽ നമ്മുടെ മൈക്ക് ഗെയിമെല്ലാം കളിച്ച് താഴേക്ക് വന്നിട്ട് അവന്റെ അച്ഛൻ അവനെ കാണാൻ വരുമെന്നുള്ള രീതിയിൽ ഈ മെസ്സേജ് അയച്ചിരുന്നു. അത് നോക്കി ഇപ്പോൾ തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കും ആദ്യം ഫോൺ റിങ് ചെയ്യത്തില്ല, രണ്ടാമത് റിങ് ചെയ്യുമ്പോൾ ഈ ഒരു ബേസ്മെന്റിൽ ആ ഒരു ഫോൺ റിങ് ചെയ്യാണ്. ഇതുകൂടി ആവുന്നത് ഡേവിഡ് എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് വന്ന് ജയുടെ ആ ഒരു ഫോൺ എടുത്ത് അതങ്ങ് കട്ട് ചെയ്തിട്ട് ജെയിനെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ജയ്ക്ക് ബോധമുണ്ടല്ലോ. കൂടാതെ മൈക്കും ഇപ്പോ ആ ഒരു ബേസ്മെന്റിന്റെ മുകളിലേക്ക് വന്ന് നിൽക്കാണ്. അപ്പോൾ ഡേവിഡ് നമ്മുടെ ജയ് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് മൈക്കിനോട് ചോദിക്കും, എന്ത് മൈക്ക്, എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ മൈക്കിന് അറിയത്തില്ലല്ലോ അവന്റെ യഥാർത്ഥ അച്ഛൻ അവിടെ താഴെ കിടക്കാണെന്ന്. അതുകൊണ്ട് അവൻ വലിയ കാര്യമൊക്കെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് അങ്ങ് പോകും. അപ്പൊ അവിടെ നടന്ന കാര്യം നമ്മുടെ മൈക്ക് കണ്ടില്ല. അതേസമയം ഇവിടെ നമ്മുടെ സൂസൻ അവളുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ ഈ സുഹൃത്തുക്കൾക്ക് രണ്ടുപേർക്കും ഡേവിഡിനെ ചെറിയ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഡേവിഡിനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഇവര് ഡേവിഡിനെ പറ്റിയുള്ള പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഡേവിഡിനെ എപ്പോ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യത്തില്ല. കാരണം അവനെ തന്നെ അറിയാം, അവരൊരു സീരിയൽ കില്ലറാണ്, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ ഒരു സംശയമായിട്ട് ഈ ഒരു സുഹൃത്തുക്കള് സൂസനോട് പറയുമ്പോൾ അവള് പറയും അതോരോരുത്തരുടെ താല്പര്യമല്ലേ എന്നുള്ള രീതിയിൽ അവളുടെ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് കാരണം ഇവൾ ഇപ്പോഴും ഒന്നും വിശ്വസിക്കാതെ ഒരു സംശയം പോലും ഇല്ലാതെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് മനസ്സിലാവത്തില്ലേ, ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ അയാൾ ആരാണ്, അയാളുടെ ID കാർഡ്, മറ്റ് പ്രൂഫ്, ഈ കാര്യങ്ങളൊന്നും തിരക്കാതെ വെറുതെ ഒരാളെ കെട്ടുക എന്നുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് സംസാരിച്ച് ഇപ്പൊ സൂസൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡേവിഡ് ഷാൺ ഉണ്ടല്ലോ അവനുമായിട്ട് ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഗെയിം കളിക്കുകയാണ്. വേറെ ഒന്നല്ല, അവനെ ഡേവിഡ് പതിയെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂസൻ നേരെ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്കും അവളുടെ പുറകെ തന്നെ ഡേവിഡ് വന്നിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ അവൻ പറയുന്നുണ്ട്, സൂസൻ ഞാൻ ഒരു തെറ്റ് ചെയ്തു. എന്തോ പറ്റി? അല്ല, ഇവിടുത്തെ ഗ്ലാസ് ഞാൻ പൊട്ടിച്ചു, അറിയാതെ കയ്യിൽ നിന്ന് വീണതാണെന്ന് പറയുമ്പോൾ സൂസൻ ഹേയ് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കണോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവിടെ ആ രണ്ട് സുഹൃത്തുക്കളുണ്ടല്ലോ അവർ രണ്ടുപേരും ഇപ്പോഴും നമ്മുടെ ഡേവിഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിലൊരു സുഹൃത്ത് മറ്റുള്ളവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവൻ ഒരിക്കലും ജെയിനെ പോലെയല്ല, ജെയ് എപ്പോഴും പണമില്ല സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവൻ അതുപോലെയല്ല, ഇവന് സ്വന്തമായിട്ട് കാറല്ലാണ്ട് അതുപോലെ ഇവൻ എപ്പോഴും കയ്യിൽ പണം കൊണ്ട് നടക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതിൽ ആ ഒരു നീല ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആ ഒരു പെണ്ണിനെ ഡേവിഡിന് ഇപ്പൊ കൂടുതൽ സംശയമാവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടില് നമ്മുടെ സൂസൻ നേരെ മൈക്കിനെ കാണാനായിട്ട് അവന്റെ റൂമിലേക്ക് വരികയാണ്. അവൻ പാട്ടും കേട്ട് ഇങ്ങനെ കിടക്കാണ്. അവന്റെ അടുത്തേക്ക് വന്നിട്ടാണ്, അല്ല ഡേവിഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? മൈക്ക്, ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഡേവിഡ് ഇനി നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ്, അതുകൊണ്ട് അവനെ നീ സ്വീകരിച്ചേ പറ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഡേവിഡ് ആ ഒരു ബേസ്മെന്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവനോട് സംസാരിച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഡേവിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ജെയ്ഡ് ആ ഒരു ഫോൺ എടുത്തിട്ട് നമ്മുടെ മൈക്കിന് ഒരു മെസ്സേജ് അയക്കുന്നു. ആ ഒരു മെസ്സേജ് എന്താണെന്ന് അറിയോ? സോറി മൈക്ക്, എനിക്ക് നിങ്ങളെ കാണാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് മിസ്സാവുന്നത് കൊണ്ട് എനിക്ക് പറ്റിയില്ല, അടുത്ത തവണ എന്തായാലും ഞാൻ വരും. പിന്നെ ഡേവിഡ് അവൻ എനിക്ക് ഇഷ്ടമല്ല, എന്നിരുന്നാലും ഇനി മുതൽ നിങ്ങളുടെ അച്ഛൻ അവനാണ്, അതുകൊണ്ട് അവനെ പതിയെ പതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡേവിഡ് ജെയ്യുടെ ഫോണിൽ നിന്നും മൈക്കിന് മെസ്സേജ് അയക്കുന്നത്. കാരണം അവനൊരു സംശയം വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ മൈക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൻ നല്ല ദേഷ്യം മാത്രമേ വരുന്നുള്ളൂ. കാരണം അവന്റെ അച്ഛൻ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡേവിഡ് എന്താ ചെയ്യുന്ന വെച്ചാല് ജെയ്യുടെ ആ ഒരു ബാഗും അതിനകത്ത് ഈ ഒരു ഫോൺ കൊടുത്തിട്ടിട്ട് അത് അവിടെയുള്ള ആ ഒരു കബോർഡിൽ വെച്ചങ്ങ് പൂട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ കാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അയൽക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ അവർ മരിച്ചെടുക്കുന്ന കാര്യം വേറെ ആരും അറിഞ്ഞില്ല. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ശരീരം അഴുകിയതിന് ശേഷമാണ് പോലീസുകാരെല്ലാം ആ ഒരു കാര്യം അറിഞ്ഞ് ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ശരീരം കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ സൂസൻ ഹേയ് അതെന്തോ പറ്റിയെന്നും പറഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ ഡേവിഡ് പറയും, പാവം നമ്മുടെ അയൽക്കാരി സ്ത്രീയില്ലേ അവർ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടു, ഇപ്പോഴാണ് പോലീസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ മൈക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിന് വീണ്ടും ചെറിയ സംശയം, ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ മൈക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ഡേവിഡ് ഇവരുടെ ആ ഒരു മുകളിലേക്ക് പോകുന്ന ഒരു പടിയുണ്ട് അതിങ്ങനെ ശരിയാക്കുന്നു. അല്ല ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എപ്പോഴാണ് അപകടമൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അത് ശരിയാക്കുമ്പോൾ അവന്റെ ഓഫീസിലെ ആ ഒരു മാനേജർ വീണ്ടും ഡേവിഡിനെ വിളിക്കുകയാണ്.
എന്നിട്ട് അവൾ പറയും ഞാൻ ഉടനെ തന്നെ പോകാൻ പോവാണ്, നീ അതിനു മുന്നേ ആ ഒരു ഫയൽ കൊണ്ട് തന്നിരുന്നെങ്കിൽ. അപ്പോൾ ഡേവിഡ് പറയും സോറി, ഞാൻ ഇനി എന്തായാലും ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല, പിന്നെ അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇതിനിപ്പോ അധികം സമയമൊന്നുമില്ലല്ലോ, കുറച്ച് മിനിറ്റ് മാത്രമല്ലേ ഉള്ളൂ, പെട്ടെന്ന് കൊണ്ടുപോവാ, ഞാൻ ഇനിയിപ്പോ പോകാനായിട്ട് കുറച്ച് സമയം കൂടിയല്ലെന്ന് പറയുന്നതും ഡേവിഡിന് വേറെ വഴിയില്ല, കൊണ്ട് കൊടുത്തേ പറ്റൂ. എടാ സൈക്കോ, നിന്നെ ഇപ്പൊ എന്തായാലും പിടിക്കും. അങ്ങനെ ഡേവിഡ് മുകളിലേക്ക് പോയിട്ട് ആ ഒരു ജോലികളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ താഴെ നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, അവനിപ്പോ കെല്ലിയോട് അവൻ സംശയമുള്ള ആ ഒരു കാര്യം, അയൽവക്കത്തെ ആ ഒരു സ്ത്രീ മരിച്ച കാര്യം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഡേവിഡ് പറഞ്ഞ കാര്യമെല്ലാം വെച്ചിട്ട് ഇതൊരു സാധാരണ മരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുമല്ല ഡേവിഡ് വന്ന് പറഞ്ഞ ആ ഒരു രീതി, ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് അവന്റെ സംശയമുണ്ടെന്ന് പറയുമ്പോൾ കെല്ലി പറയും ഓക്കെ, നീ ഇത് ഇപ്പൊ തന്നെ നിന്റെ അമ്മയോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ അമ്മ വീണ്ടും തിരിച്ച് നിന്നെ സ്കൂളിലേക്ക് തന്നെ പറഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ മൈക്ക് പറയും ശരി, അങ്ങനെയാണെങ്കിൽ അവന്റെ മകളുടെ പേര് എന്നോട് മാറ്റി പറഞ്ഞതോ? അപ്പൊ കെല്ലി പറയും ഞങ്ങളോട് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ലിസ മിഷേൽ, നിനക്കത് അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കെല്ലി പറയും ഇപ്പൊ എന്താണ് പ്രശ്നം എന്നറിയോ, നിനക്കിതെല്ലാം വെറുതെ തോന്നുന്നതാണ്, നീ ഇവിടെ വരുമ്പോഴത്തേക്കും പുതിയൊരു അച്ഛൻ അത് നിനക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ഇത് തോന്നുന്നതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഡേവിഡിനെ കെല്ലി എന്തായാലും സംശയിക്കുന്നില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം നമ്മുടെ മൈക്കിന് മാത്രമല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും ആ ഒരു പൂളിലേക്ക് വന്ന് നമ്മുടെ മൈക്ക് ഒരിടത്ത് വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കെല്ലി അടുത്തേക്ക് വന്നിട്ട് അവനെ സമാധാനപ്പെടുത്തി ഇവർ രണ്ടുപേരും കിസ് ചെയ്ത് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് മുകളിൽ നമ്മുടെ സൈക്കോ വന്നിങ്ങനെ നിൽക്കാണ്. ചേട്ടാ ഇവൻ എന്താ പണിയെന്ന് പറഞ്ഞിട്ട് മൈക്ക് നേരെ മുകളിലേക്ക് വന്ന് അല്ല എന്തു പറ്റി? അപ്പോൾ ഡേവിഡ് പറയും വേറെ ഒന്നുമില്ല, ഞാൻ വെളിയിലേക്ക് പോവാണ്, നിങ്ങൾ വീടൊന്നും നോക്കണമെന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ആ ഒരു കാറും എടുത്ത് വെളിയിലേക്ക് പോകും. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മൈക്ക് എന്താ ചെയ്തെന്നറിയോ, കെല്ലിയെ വിളിച്ച് നേരെ ഡേവിഡിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അവന്റെ ID പ്രൂഫോ എന്തെങ്കിലും കാര്യം കിട്ടുമോ എന്ന് ഇവർ ആ മുറി ഇങ്ങനെ നല്ലപോലെ പരിശോധിക്കണം. അപ്പൊ കെല്ലി പറയുന്നുണ്ട് മൈക്ക് ഇതൊരിക്കലും നല്ല കാര്യമല്ല, നീ ഇങ്ങനെ വെറുതെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ മൈക്ക് പറയും ഇല്ലില്ല, എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും തന്നെ നിർത്തും എന്നും പറഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഡേവിഡ് ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് സൂസനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവളെ വിളിക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോ പറയുന്നത് ഇല്ലില്ല കുഴപ്പമില്ല, ഞാനിപ്പോ വീടിന്റെ അടുത്ത് എത്താറായി, നീ എന്തായാലും ഇവിടേക്ക് വരണ്ട, തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോന്ന് പറയുമ്പോൾ ഡേവിഡ് പറയും ഓക്കെ ശരി, നമുക്ക് വീട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവൻ വണ്ടി തിരിക്കുന്ന സമയത്ത് ഇവിടെ ഇവര് രണ്ടുപേരും അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോഴേക്കാണ് വെളിയിൽ കാർ വന്ന് നിൽക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ കെല്ലി പറയും ഹേയ് ആരോ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെട്ടുപോയി മക്കളെ, രണ്ടുപേരും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മുടെ ഡേവിഡ് വീടിന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും പോളിൽ ഇവർ രണ്ടുപേരെ കാണുന്നില്ല. അപ്പൊ ആ ഒരു സംശയത്തിൽ തന്നെ അവൻ പതിയെ മുകളിലത്തെ റൂമിലേക്ക് വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ മൈക്കിന്റെ മുറിയിലേക്ക് വന്ന് നോക്കുകയാണ്. അവിടെയും ഇവർ രണ്ടുപേരല്ല. അത് കഴിഞ്ഞ് ഇവന്റെ മുറിയിലെടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടേക്ക് നടന്നുപോയ ആ ഒരു കാൽപ്പാടുണ്ടല്ലോ അത് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയും കാണുന്നില്ല. ചേട്ടാ ഇവർ എവിടെ പോയെന്നും പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡ് വന്ന് അവിടുത്തെ കർട്ടൻ മാറ്റുമ്പോൾ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ ആ ഒരു പൂളിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നു. അതുകൊണ്ട് എന്തായാലും ജസ്റ്റ് മിസ്സിനാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്താണ് സൂസൻ ജെയിനെ പറ്റി മൈക്കിനോട് ചോദിക്കുന്നത്. അല്ല നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കാണാനായിട്ട് ഇവിടേക്ക് വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ മൈക്ക് പറയും ഇല്ല, അച്ഛൻ വരാന്ന് പറഞ്ഞിരുന്നു, എന്തോ ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി, അടുത്ത തവണ കാണാന്ന് പറഞ്ഞു, അതുമല്ല എനിക്ക് മെസ്സേജ് മാത്രമേ അയച്ചുള്ളൂ, എന്തായാലും ഇന്ന് രാത്രി മെസ്സേജ് അയക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിഡ് ഇതെല്ലാം കേട്ട് കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഇപ്പൊ നമ്മുടെ മൈക്കിന്റെ മുറിയിലേക്ക് കയറി ചെന്ന് അവനോട് വീണ്ടും സാധാരണ രീതിയിൽ ഒരു പാവത്തെ പോലെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങാണ്. നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം, അതാണ് എനിക്ക് ആഗ്രഹം, ഒരിക്കലും എന്നെ സ്കൂളിലേക്ക് തിരിച്ചു പോകരുത് എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ച് അതേസമയം തന്നെ അവന്റെ ആ ഒരു ദേഷ്യം മൈക്കിന്റെ ഷൂല് പിടിച്ച് ഞെരിച്ചിട്ട് സാധാരണ രീതിയിൽ തന്നെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഡേവിഡ് യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പ്യൂട്ടർ ആണല്ലോ, അവിടേക്ക് വന്ന് എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഡേവിഡ് ഇതിനു മുന്നേ സെർച്ച് ചെയ്തിരിക്കുന്ന മോസ്റ്റ് വാണ്ടഡ് കില്ലർ അമേരിക്ക എന്ന് ഇതിനു മുന്നേ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഡേവിഡിനെ പോലെ ഒരു രേഖാചിത്രം മൈക്ക് അതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ അതിന്റെ പ്രിന്റ് എടുത്ത് അടുത്ത ദിവസം ഈ ഒരു കാര്യം നമ്മുടെ കെല്ലിയെ കൊണ്ടുവന്ന് കാണിക്കും. എന്നിട്ട് പറയും ഇപ്പൊ എനിക്ക് മനസ്സിലായി, മിസ്സസ് കാർട്ടറിന് ഈ ഒരു കാര്യം അറിയാമായിരുന്നു, കാരണം ദേ ഈ ഒരു ചിത്രം നോക്ക്, ഇത് കണ്ടു കഴിഞ്ഞാൽ അവനെ പോലെ തന്നെ തോന്നുന്നുണ്ട്, ഇതറിയാവുന്നത് കൊണ്ടാണ് ഡേവിഡ് കാർട്ടറിനെ കൊന്നത് എന്നെല്ലാം കെല്ലിയോട് പറയുമ്പോഴത്തേക്കും കെല്ലി പറയും ഓ പിന്നെ ഇതാണോ വലിയ കാര്യം, ഇയാളെ പോലെ ഒരുപാട് പേര് പലയിടങ്ങളിലും കാണും, പിന്നെ ഇയാൾക്ക് ദേ താടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെയാണ്. അവളിപ്പോഴും അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മുടെ മൈക്ക് മാത്രം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ആ ഒരു ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കെല്ലി അവനോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതൊന്നും കേൾക്കുന്നില്ല. അത് കാരണം കെല്ലി പറയും ഓക്കെ ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു ബിക്കിനിയും ധരിച്ച് തന്നെ നേരെ കിച്ചണിലേക്ക് ചെന്ന് ഈ വെള്ളമെല്ലാം കുടിക്കുന്ന സമയത്താണ് അവിടേക്ക് ഡേവിഡ് വരുന്നു. എന്നിട്ട് സാധാരണ രീതിയിൽ കെല്ലിയോട് സംസാരിച്ച് അവന്റെ നോട്ടം അത്ര ശരിയല്ല, അത് നമ്മുടെ കെല്ലിക്ക് മനസ്സിലാവുന്നുണ്ട്. അവള് പെട്ടെന്ന് തന്നെ ഒരു ഷർട്ട് എടുത്തിട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവൻ പറയും കെല്ലി നിനക്ക് എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും ഒരു അങ്കിൾ എന്നുള്ള രീതിയിൽ എന്നോട് നിനക്ക് എന്തുവേണമെങ്കിലും ചോദിക്കാം എന്നുള്ള രീതിയിൽ അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ശരിയായിട്ട് തോന്നില്ല. അവള് പറയും ഓക്കെ ഞാൻ എന്തായാലും പോവാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ അതിനുശേഷം നമ്മുടെ മൈക്ക് അവന്റെ റൂമിൽ കിടക്കുമ്പോഴത്തേക്കാണ് താഴെ ആ ഒരു ബേസ്മെന്റിൽ നിന്ന് ഡേവിഡ് ജെയുടെ ഫോൺ എടുത്തിട്ട്, സോറി മൈക്ക്, നിന്റെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിന്നെ വിളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ ആ ഒരു മെസ്സേജ് കട്ട് ചെയ്യുന്നതും മൈക്ക് ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ജെയിനെ വിളിക്കും. ഇതൊരിക്കലും നമ്മുടെ ഡേവിഡ് പ്രതീക്ഷിക്കത്തില്ല, കാരണം ഫോൺ അവന്റെ കയ്യിലിരിക്കാമല്ലോ. പെട്ടെന്ന് ആ ഒരു ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നതും ഈ ഒരു ശബ്ദം നമ്മുടെ മൈക്ക് കേൾക്കും. കാരണം ആ ഒരു ബേസ്മെന്റിലെ ഒരു വെന്റിലേഷൻ മൈക്കിന്റെ റൂമിലും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഹോള് വഴി താഴെയുള്ള ആ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും. അപ്പൊ തന്നെ മൈക്കിന് സംശയം വന്നിട്ട് അവൻ താഴത്തെ ആ ഒരു ബേസ്മെന്റിലേക്ക് നടന്നിറങ്ങുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ഡേവിഡ് എന്താ ചെയ്യുന്ന വെച്ചാല് പെട്ടെന്ന് തന്നെ ആ ഒരു ഫോൺ എടുത്ത് എങ്ങനെയെങ്കിലും സൈലന്റ് ആക്കി വെച്ചിട്ട് ആ ഒരു ബാഗിൽ വീണ്ടും ആ ഒരു ബാഗിൽ ഫോണും എടുത്ത് വെച്ച് അവിടെ നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈക്ക് ഒന്ന് നോക്കുമ്പോൾ ഡേവിഡ് കിച്ചണിൽ നിൽക്കുന്നു. അപ്പോൾ മൈക്ക് നേരെ ആ ഒരു ബേസ്മെന്റിലേക്കുള്ള ഡോറിന്റെ അടുത്തേക്ക് ഒന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് ലോക്ക് ചെയ്തേക്കാണ്. ഡേവിഡിന്റെ അടുത്തേക്ക് വന്നിട്ട് മൈക്ക് ചോദിക്കും, അല്ല ബേസ്മെന്റിലേക്കുള്ള ആ ഒരു ഡോറിന്റെ കീ എവിടെ? അപ്പോൾ ഡേവിഡ് പറയും, അത് ഞാനും കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെയോ നഷ്ടമായി പോയെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ വെറുതെയാണ് ആ ഒരു കാര്യം പറയുന്നതെന്ന് നമുക്കറിയാം. കാരണം ഇവരാരും ബേസ്മെന്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ സൂസനും അവിടേക്ക് വരുമ്പോൾ മൈക്ക് സൂസനോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മ ബേസ്മെന്റിലേക്കുള്ള ആ ഒരു കീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് നീ അതെവിടെയെങ്കിലും കണ്ടോ എന്ന് സൂസൻ ചോദിക്കുമ്പോഴത്തേക്കും ഡേവിഡ് പറയും, ഇല്ല ഹണി, അതെവിടെയോ മിസ്സായി പോയി എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മൈക്ക് പതിയെ അവിടെ ഇരുന്നിട്ട് ഇവരറിയാതെ അവന്റെ ഫോൺ എടുത്ത് ഡേവിഡിന്റെ ഫോട്ടോ ഉണ്ടല്ലോ അത് അവന്റെ ഫോണിൽ അങ്ങനെ എടുക്കും. ഈ ഒരു കാര്യം ഡേവിഡും അറിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡിനെ എങ്ങനെയെങ്കിലും മൈക്കിനെ ഇവിടെ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി ഡേവിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള ഒരു പൂളിൽ ഒരു സെക്യൂരിറ്റി ജോലി അവൻ ഒപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ മൈക്കിനറിയാം മൈക്കിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. നമ്മുടെ സൂസൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈക്ക് നീ ഉടനെ തന്നെ ലൈസൻസ് എടുക്ക്, എന്നിട്ടൊരു കാർ വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു നിൽക്കത്തില്ലല്ലോ, എപ്പോഴും വീട്ടിൽ വന്നു പോയി നിൽക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡേവിഡിന് വീണ്ടും വല്ലാണ്ടായിപ്പോയി. കാരണം അവൻ അത്രയും പ്ലാൻ ചെയ്ത് വന്നതാണ്. എല്ലാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൂസൻ അങ്ങ് കയറി തകർക്കും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സൂസൻ കുട്ടികളെയും കൊണ്ട് വെളിയിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു കാര്യം ഡേവിഡിനോട് പറഞ്ഞിട്ട്, അല്ല ഡേവിഡ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല പുതിയൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ സൂസൻ പറയും, ശരി ഞാൻ എന്തായാലും വെളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് വെളിയിലേക്ക് പോകുന്നതും ഇപ്പോൾ നമ്മുടെ മൈക്ക് ബാത്റൂമിൽ നിന്ന് കുളിച്ച് തലയെല്ലാം തുടച്ചിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കും വെളിയിലേതേ ഡേവിഡ് നിൽക്കുന്നു. അല്ല എന്ത് പറ്റി, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മൈക്ക് നിനക്ക് ഇനിയിപ്പോൾ എന്താ ജോലി, ഞാൻ നേരെ കെല്ലിയെ കാണാൻ പോകും, എത്ര നേരം അവിടെ ഉണ്ടാവും? എനിക്കറിയത്തില്ല, കുറച്ചു നേരം ഉണ്ടാവും. എന്തു പറ്റി ചോദിക്കാനായിട്ട്? ഏയ് വേറെ ഒന്നുമില്ല, വെളിയിൽ നല്ല കൊടുങ്കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ട് ഡേവിഡ് നേരെ താഴേക്ക് ഇറങ്ങി പോവാണ്. മൈക്കിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മൈക്ക് അവന്റെ റൂമിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഡോർ ചെറിയ രീതിയിൽ തുറന്നിറപ്പുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് റൂമിനകത്തേക്ക് ചെന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആഹാ, നമ്മുടെ മൈക്ക് നേരത്തെ ഡേവിഡിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നല്ലോ, ആ ഒരു ഫോട്ടോ ഒന്നും ഇപ്പൊ അതിൽ കാണാനില്ല. കാരണം ഡേവിഡ് അതെല്ലാം ഡിലീറ്റ് ആയി കളഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈക്കിന് കൺഫേം ആയി. അങ്ങനെ മൈക്ക് നേരെ കെല്ലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു ഫോണിൽ ആ ഒരു ഫോട്ടോ എടുത്ത കാര്യം, അത് ഡേവിഡ് വന്ന് ഡിലീറ്റ് ചെയ്ത കാര്യമെല്ലാം അവളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവള് പറയും, ഇത് സത്യമാണോ ചോദിക്കുമ്പോൾ അവൾ അപ്പോഴും വിശ്വസിക്കാതിരിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, ഇല്ലല്ലേ ഇത് സത്യമാണ്, അതുകൊണ്ട് നീ എന്തായാലും എന്നോടൊപ്പം വരണം. അവൻ ആ ഒരു ബേസ്മെന്റിൽ എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ചേ മതിയാവൂന്നും പറഞ്ഞ് കെല്ലിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതേ സമയമാണ് ഇവിടെ നമ്മുടെ സൂസന്റെ ആ രണ്ട് സുഹൃത്തുക്കളുണ്ടല്ലോ, അതിലൊരുത്തി ഡേവിഡിനെ പറ്റി സംശയിക്കുന്നുണ്ടല്ലോ, ആ ഒരു പെണ്ണ് ഇപ്പൊ അവളുടെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, ഡേവിഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ജെയിനെ വിളിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ ജെയ് ആണെങ്കിൽ ഇപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് സൂസനോട് പറയണം. സൂസനോട് പറയുന്നതിന് മുന്നേ ഡേവിഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഒരു ഓഫീസറെ കാണാൻ പോവാണ് എന്നും പറഞ്ഞ് അവള് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആവുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഡേവിഡ് ഇവിടെ സൂസന്റെ കമ്പ്യൂട്ടർ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്. അത് അയച്ചത് വേറെ ആരുമില്ല, ഇപ്പൊ വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവളാണ്. എന്താണ് മെയിൽ എന്നല്ലേ, ഡേവിഡിനെ പറ്റി എനിക്ക് ഇതുപോലെ സംശയമുണ്ട്, അതുകൊണ്ട് അവനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പോവാണ്, ഈ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് തോന്നി എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു മെയിൽ അയച്ചിട്ടുള്ളത്. ഇത് വായിക്കുന്നത് ഡേവിഡിന് മനസ്സിലായി, ഇനി ആ ഒരു സുഹൃത്താണ് അടുത്ത പാര, അതുകൊണ്ട് അവളെ ഉടനെ തന്നെ ഇല്ലാതാക്കിയേ പറ്റൂ. അങ്ങനെ അവൻ ആ ഒരു മെയില് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും അവള് വീട്ടിൽ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് വെളിയിൽ നല്ല കാറ്റ് മഴയുണ്ട്. അതുപോലെ വെളിയിലേക്ക് പോകാനെല്ലാം ശ്രമിക്കുമ്പോഴത്തേക്കും വീടിനകത്ത് ആരോ കയറിയതുപോലെല്ലാം തോന്നല്. അങ്ങനെ ഓരോ മുറിയും ചെന്ന് പരിശോധിച്ചിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവരുടെ പൂളുണ്ടല്ലോ, ആ പൂളിലെ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കുട അതിലേക്ക് വന്ന് വീണിട്ടുണ്ട്. അപ്പൊ അതെടുക്കാൻ വേണ്ടി അവള് പതിയെ ആ ഒരു പൂളിന്റെ അടുത്തേക്ക് വന്ന് കൈയെത്തി ഒരു കമ്പ് വെച്ചിട്ട് അതിങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പുറകിലൂടെ വന്ന് ഡേവിഡ് സൈക്കോണ്ടല്ലോ, അവൻ ഇവരെ ആ വെള്ളത്തിലേക്ക് മുക്കി അങ്ങനെ അവരെ ശ്വാസം പിടിച്ച് കൊല്ലുന്നു. എന്നിട്ട് അവരെ ആ ഒരു പൂളിലേക്ക് തള്ളിയിടുന്നതും അവളുടെ കഥയും അവിടെ വെച്ച് അവസാനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് സൂസൻ ഉണ്ടല്ലോ, അവള് നേരെ വീട്ടിലേക്ക് വരുന്നു. എന്താണെന്ന് വെച്ചാൽ ജാക്കി എന്നാണ് ആ ഒരു സുഹൃത്തിന്റെ പേര്. അവൾ എന്നെ വിളിച്ചിരുന്ന ഒരു മെയിൽ നോക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിഡ്, ഓ അങ്ങനെയാണല്ലേ,
അല്ല നീ എവിടെ പോയിരുന്നത് ഡേവിഡിനോട് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും ഇല്ലില്ല ഞാൻ മഴ നനയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി കയറിയതാണ് എന്ന് പറയുമ്പോൾ സൂസൻ പറയും ശരി ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവളുടെ കമ്പ്യൂട്ടർ പരിശോധിക്കാതെ നേരെ മുറിയിലേക്ക് ചെന്ന് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴത്തേക്ക് അവൾക്ക് എന്തോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇവൻ. ഇനി ഉറക്കഗുളിയാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് സൂസൻ അവിടെ കിടക്കുമ്പോഴത്തേക്കും ഇവൻ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. കാണിക്കുമ്പോൾ ഇവൻ മറ്റുള്ളവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ആ ഒരു സീരിയൽ കില്ലർ സൈക്കോ തരം ഉണ്ടല്ലോ അത് പുറത്തെടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം ഈ ഒരു വീടിന് വെളിയിൽ നമ്മുടെ കെല്ലിയും അതേപോലെ തന്നെ മൈക്കും ഇവര് രണ്ടുപേരും അവിടേക്ക് വന്നിട്ട് മൈക്ക് ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്നിട്ട് കെല്ലിയോട് പറയും ഓക്കെ നീ ഇവിടെ ഇരുന്നിട്ട് അമ്മയുടെ മുറിയിൽ അവർ ലൈറ്റ് ഓൺ ആക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറയണം. അപ്പൊ കെല്ലി പറയും നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയുള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ച് പോയിട്ട് വരാൻ പറഞ്ഞ് നമ്മുടെ മൈക്ക് ആരും അറിയാതെ ഈ ഒരു വീടിന് വെളിയിലേക്ക് വന്ന് പതിയെ പതിയെ ആ ഒരു ബേസ്മെന്റിലേക്ക് കയറാൻ വേണ്ടി വീടിന് വെളിയിൽ തന്നെ ചെറിയൊരു ജനാലയുണ്ട് അതുവഴി ഒരു ബേസ്മെന്റ് ഉള്ളിലേക്ക് കയറും. ഇവിടെ കെല്ലിയാണെങ്കിലോ അവളുടെ ഫോൺ നോക്കുമ്പോഴത്തേക്കും ഫോണിൽ ചാർജ് ഇല്ല. അവൾ അത് കുത്താൻ വേണ്ടി ഈ ഒരു വയറെല്ലാം ഇങ്ങനെ നോക്കാണ്. കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിനെ വിളിച്ച് പറയണ്ടേ. അതേസമയം ഇവിടെ റൂമിൽ കാണിക്കുമ്പോൾ ഡേവിഡ് ഉണ്ടല്ലോ അവൻ പതിയെ കണ്ണുറന്ന് കിടക്കാണ്. അവൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു രാത്രിയാണ് എല്ലാവരെയും കൊല്ലാൻ പോകുന്നതെന്ന്. ആ ഒരു രീതിയിലാണ് അവൻ സൂസനെ നോക്കുന്നത്. ഇവിടെ നമ്മുടെ മൈക്കാണെങ്കിലോ നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു കബോർഡ് ഉണ്ടല്ലോ ഡേവിഡ് യൂസ് ചെയ്യുന്ന അതിന്റെ ലോക്ക് അങ്ങനെ പൊട്ടിച്ച് ആ ഒരു കബോർഡ് തുറന്ന് അതിനകത്തുള്ള നമ്മുടെ ജയുടെ ബാഗ് എടുക്കുന്നുണ്ട്. പക്ഷെ അത് അവന്റെ അച്ഛന്റെ ബാഗാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. കൂടാതെ അവന്റെ ഫോൺ ഉണ്ടല്ലോ ആ ഒരു ഫോണും പെട്ടെന്ന് താഴേക്ക് വീണങ്ങ് പൊട്ടിപ്പോവും. അവൻ അത് ശ്രദ്ധിക്കാതെ ആ ഒരു ബാഗ് നോക്കി ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ കെല്ലി കാറിലിരുന്നിട്ട് അവളുടെ ഫോൺ ചാർജിലിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡേവിഡ് അവന്റെ റൂമിൽ ലൈറ്റ് ഓൺ ചെയ്തു. ഇത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അത് നമ്മുടെ മൈക്കിനെ വിളിച്ച് പറഞ്ഞല്ലേ പറ്റൂ. പക്ഷെ അവന്റെ ഫോണാണെങ്കിൽ ഇപ്പോൾ പൊട്ടിപ്പോയത് കൊണ്ട് ഈ ബാറ്ററി എല്ലാം വീണ്ടും എടുത്തിട്ട് അത് ഓൺ ആക്കണം. ഇവളാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. അപ്പൊ നമ്മുടെ മൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ ഫോണിൽ ആ ഒരു ബാറ്ററി എല്ലാം പറക്കിയിട്ടിട്ട് അത് വീണ്ടും പഴയ പോലെ ആക്കി ഓൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓൺ ആവുന്നില്ല. അപ്പോൾ നമ്മുടെ കെല്ലി ഇവനോട് പറഞ്ഞു പറ്റും. അതുകൊണ്ട് അവളും പതിയെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ബേസ്മെന്റിന്റെ വെളിയിലേക്ക് ഓടി ചെല്ലും. കാരണം അവനോട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി. ഇതിനകത്ത് നമ്മുടെ മൈക്കാണെങ്കിലോ അവൻ ആ ഒരു ഫോണും കണ്ടുപിടിച്ച് ഒരു ടോർച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ഫ്രീസർ ഉണ്ട്. ആ ഒരു ഫ്രീസർ തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി അവിടെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ കാണിക്കുമ്പോൾ മൈക്കിന്റെ അച്ഛൻ ജയ് ഉണ്ടല്ലോ അവനെ കൊന്ന് ഈ ഒരു ഫ്രീസറിനകത്താണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇത് കണ്ട് മൈക്ക് പേടിച്ച് താഴേക്കൊന്ന് വീഴും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴാണെങ്കിലോ കെല്ലി ഈ ഒരു ബേസ്മെന്റിന്റെ വെളിയിൽ വന്നിട്ട് മൈക്കിനെ വിളിക്കാൻ ശ്രമിക്കല്ലേ. പെട്ടെന്ന് അവളുടെ പുറകിൽ ആരോ വിളിക്കുന്നു കെല്ലി എന്നും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഡേവിഡ്. എന്നിട്ട് പെട്ടെന്ന് കെല്ലി ഒരു ഒറ്റയടി അവളുടെ ബോധം പോയി. എന്നിട്ട് അവളെ വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബേസ്മെന്റിലേക്കുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിന് വെളിയിൽ വലിയൊരു ഷീറ്റ് കൊണ്ട് വെച്ചിട്ട് അവനങ്ങ് മറയ്ക്കും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ മൈക്ക് ആ ഒരു വഴിയെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് അവനോട് കഴിയുന്നില്ല. കാരണം ഈ ഒരു ഭാഗം അടച്ചതുകൊണ്ട് അവനിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴിയില്ല. ഇപ്പോൾ നമ്മുടെ മൈക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ആ ഒരു ബേസ്മെന്റിൽ നിന്ന് മുകളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു ഭാഗം ഡോറുണ്ട് അത് തുറന്നാലേ ഇവന്റെ റൂമിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. അവിടേക്ക് വന്നിട്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കാണ്. ഡേവിഡ് അടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ ഡേവിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കെല്ലിയെ വലിച്ച് കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഈ ചുറ്റിയില് അതേപോലെ തന്നെ കത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാണ്. കാരണം അവളെ കൊല്ലാൻ വേണ്ടി. മൈക്കിനും വെളിയിലേക്ക് വരാൻ കഴിയത്തില്ല. കെല്ലിയും ഇവിടെ കിടക്കുന്നത് നമ്മുടെ സൂസൻ ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കിച്ചണിൽ ആ ഒരു ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആരാണെന്ന് കാണിക്കുമ്പോൾ അത് സൂസനാണ്. എന്നിട്ട് സൂസൻ പറയും അല്ല എന്താ ഇവിടെ ഇത്ര ശബ്ദം എന്തോ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഡേവിഡ് പെട്ടെന്ന് അതെ ഞാൻ എല്ലാം ശരിയാക്കാൻ ശ്രമിച്ചു. എനിക്കൊരു കുടുംബം വേണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെയും അത് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ. അതുമല്ല സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ സൂസന്റെ പേര് മാറ്റി പറയും. വേറെ ലേഡിയുടെ പേര് പറയും. അപ്പോഴേക്കാണ് സൂസൻ ഡേവിഡ് നീ എന്തായി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഓ അപ്പൊ എല്ലാം മനസ്സിലാക്കിയല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് ഇങ്ങനെ കാണിക്കുന്നതും സൂസൻ പേടിച്ച് മുകളിലേക്ക് ഒരു ഒറ്റ ഓട്ടം. ഡേവിഡ് അവളുടെ പുറകെ തന്നെയാണ് അവളെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ സൂസൻ ഓടി അവളുടെ റൂമിലേക്ക് ചെന്നിട്ട് അവളെല്ലാം ഡോറങ്ങ് അടയ്ക്കുമ്പോഴത്തേക്കും ഡേവിഡ് ഈ ഒരു ഡോറ് ചവിട്ടി പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മുടെ മൈക്കാണെങ്കിലോ അവന്റെ അമ്മയ്ക്കൊരു കാര്യം സംഭവിച്ചെന്ന് അറിയുമ്പോൾ തന്നെ ആ ഒരു ഡോറും വലിച്ചു തുറന്ന് അവനോട് കിച്ചണിലേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കെല്ലി ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. അവൾ എഴുന്നേറ്റ് എന്താ സംഭവിച്ചെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുകളിൽ ഡേവിഡ് ആ ഒരു ഡോറ് ചവിട്ടി പൊളിക്കുന്ന ശബ്ദം ഇത് കേട്ട് ഇവർ രണ്ടുപേരും ഓടി മുകളിലേക്ക് ചെല്ലുന്നതും ഇവിടെ നമ്മുടെ സൂസൻ ഉണ്ടല്ലോ അവള് ബാത്റൂമിൽ കയറിയാണ് ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ പേടിച്ച് അവളെന്താ ചെയ്യുന്നത് അവിടുത്തെ കണ്ണാടി താഴേക്കിട്ട് ഒരു പീസ് എടുത്ത് കയ്യിൽ വെച്ചിങ്ങനെ നിൽക്കാണ്. ഡേവിഡ് ആണെങ്കിൽ ഈ ഒരു ഡോർ ചവിട്ടി അവസാനം അത് ചവിട്ടി തുറന്ന് സൂസന്റെ അടുത്തേക്ക് വരുന്നതും സൂസൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കണ്ണാടി പീസ് എടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവള് പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു റൂമിൽ നിൽക്കുമ്പോൾ നമ്മുടെ മൈക്കും കെല്ലിയും ഓടി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്തു പറ്റി അമ്മ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇല്ല മൈക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ചെറിയൊരു മുറിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ മൈക്ക് എന്താ ചെയ്യുന്ന വെച്ചാല് ഈ വീടിന് മുകളിലേക്ക് പോകാനായിട്ട് ഒരു പടി ഉണ്ടല്ലോ അത് വലിച്ചു തുറന്ന് ഇവരെ രണ്ടുപേരെ മുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മൈക്കും അതുവഴി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡേവിഡ് പുറകെ വന്ന് ഇവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ
അവൻ അവന്റെ ചവിട്ടി താഴേക്കിട്ട് ഇത് പിടിച്ച് അടയ്ക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഡേവിഡ് സമ്മതിക്കത്തില്ല. അതിന്റെ ഗ്യാപ്പിലേക്ക് ഒരു കമ്പെടുത്തിങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് അടയ്ക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇവര് മൂന്നുപേരും ആ ഒരു വീടിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് പതിയെ മുകളിലേക്ക് കയറി വരും. അപ്പൊ മൈക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ താഴെ കിടന്നൊരു കമ്പിയുണ്ട്, അതും എടുത്ത് അടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡേവിഡ് അവർ കത്തി വെച്ച് മൈക്കിനെ കുത്താൻ ശ്രമിക്കും. അവൻ ഒഴിഞ്ഞു മാറി പുറകിലേക്ക് പോകുമ്പോൾ ഈ മുകളിലെ തടിയല്ലേ അതിൽ ചവിട്ടി നമ്മുടെ മൈക്ക് അതിലിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോഴേക്കും ഡേവിഡ് സൂസനെയും അതേപോലെ തന്നെ കെല്ലിയെ കൊല്ലാൻ വേണ്ടി ആ ഒരു കത്തി കൊണ്ട് അവരുടെ മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കെല്ലി എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു തടി കട്ട് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉണ്ട്, അതും എടുത്ത് ഓണാക്കി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ മൈക്ക് പറയുന്നുണ്ട് കെല്ലി അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യുന്നു പറയുന്നതും. ഇപ്പൊ കെല്ലിയെ സൂസനെ ഒരുമിച്ച് നിന്നിട്ട് വെയിറ്റ് കാരണം ആ ഒരു ഭാഗം പൊളിഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോഴേക്കും കൂടെ തന്നെ ഈ ഒരു മെഷീനും താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ് ഇവരുടെ ദേഹത്ത് കൊള്ളുന്നില്ല. അതിന് മുന്നേ തന്നെ ആ ഒരു വയർ കട്ടായിട്ട് അതങ്ങ് ഓഫായി നിൽക്കും. അങ്ങനെ അവര് രണ്ടുപേരും താഴെ വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഡേവിഡ് ആ ഒരു ഗ്യാപ്പ് വഴി താഴേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്ക് ആലറി വിളിച്ചുകൊണ്ട് നമ്മുടെ ഡേവിഡിനെ പിടിച്ച് ആ ഒരു ജനാലയം തകർത്ത് വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നു. ആ ഒരു ഓടെല്ലാം വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും ഡേവിഡിനെ കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് താഴെ പോയി. അങ്ങനെ അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി തലയെത്തി നോക്കുമ്പോഴത്തേക്കും ഡേവിഡ് ഇപ്പോഴും താഴെ പോയിട്ടില്ല. മൈക്കിന്റെ കഴുത്തിലേക്ക് അങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കാണ്. എന്നിട്ട് അവനെ വലിച്ച് രണ്ടുപേരും കൂടി നേരെ താഴേക്ക് വന്ന് വീണ് എല്ലാം തകർന്ന് അനങ്ങാൻ കഴിയാതെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്കിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോലീസുകാരെല്ലാവരും വന്നു. അങ്ങനെ ആശുപത്രിയിൽ വന്നിട്ട് മൈക്ക് കണ്ണു പറഞ്ഞ് അമ്മ കുഴപ്പമില്ലല്ലോ ഓക്കേലെന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അല്ല ഡേവിഡ് എവിടെ? അവനെ പോലീസ് പിടിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. അവൻ ആ ഒരു ഗ്യാപ്പിൽ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോയിരുന്നു. അവൻ ഇപ്പോഴും പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂസൻ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇപ്പൊ മറ്റൊരു വലിയ സൂപ്പർ മാർക്കറ്റ്, അവിടെ ഇതുപോലെ തന്റെ ഭർത്താവില്ലാത്തൊരു സ്ത്രീ തന്റെ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടികള് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഓടി നടക്കാണ്. പെട്ടെന്നാണ് അവിടേക്ക് ഒരുത്തനീനെ വന്ന് നിൽക്കുന്നു. അത് വേറെ ആരുമില്ല, നമ്മുടെ സൈക്കോ ഡേവിഡ് തന്നെയാണ്. എന്നിട്ട് ഈ ഒരു കുട്ടികളെ പിടിച്ച് ആ ഒരു സ്ത്രീക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്റെ പേര് ക്രിസ് എന്നാണ് എന്നും പറഞ്ഞ് അവരോട് പരിചയപ്പെടുന്നതും ഇവൻ വീണ്ടും അതേ കാര്യം തന്നെ തുടങ്ങിയെന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു മൂവി ഡിസപ്പോയിന്റ് ആയിപ്പോയത്. അതുവരെ നല്ലതുപോലെ കൊണ്ടുവരായിരുന്നു. വേറൊന്നുമല്ല, ഈ ഒരു രീതിയിൽ മൂവി അവസാനിപ്പിച്ചത് നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു കഥാപാത്രത്തോട് അത്രയും ദേഷ്യം തോന്നിയിട്ട് അവസാനം അവനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്കാണ് എന്തോ പോലെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തേക്കുക. അപ്പൊ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം.